ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതേ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങളിതേ സ്നേഹവീട് അഭയകേന്ദ്രത്തിലേക്ക് എത്തിയതാണ്. അവിടെ വെച്ചാണ് മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഡെക്കറേഷൻസും പരിപാടികളും ഒക്കെ ചെയ്യാമെന്ന് കരുതി എത്തിയതാണ്. ഈ സ്നേഹവീട് അഭയകേന്ദ്രത്തിൽ കുറേ മുത്തശ്ശന്മാരുണ്ട്. അപ്പോൾ അവർ സന്തോഷ നിമിഷങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ ഒപ്പം പിറന്നാൾ ആഘോഷിക്കാമെന്ന് കരുതി എത്തിയതാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കണ്ടാലോ. നൈനിക, നൈതിക എന്നീ കുരുന്നുകളുടെ ജന്മവാർഷിക ദിനം പ്രമാണിച്ചുള്ളതാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകൾക്കും വേണ്ടി സർവശക്തനോട് എല്ലാവരും ഒരു നിമിഷം ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണം. കൂടാതെ നമുക്ക് സ്നേഹവീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു സൽക്കർമ്മം വളരെ മംഗളകരമായ രീതിയിൽ നടത്തുവാൻ, നമ്മളുടെ മനസ്സ് സന്തോഷിപ്പിക്കുവാനും കൂടാതെ നമ്മളുടെ മാനസിക ദുഃഖങ്ങളൊക്കെ അകറ്റുവാൻ ഇങ്ങനെ ഇത് എത്ര നല്ല ഭംഗിയായ രീതിയിൽ ഒരു ഫംഗ്ഷൻ സ്നേഹവീട്ടിൽ ഒരുക്കുവാൻ സന്മനസ് കാണിച്ച ആ കുരുന്നുകളുടെ പേരൻസ്, മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും മുത്തച്ഛന്മാർക്കും എല്ലാവർക്കും വരും തലമുറകൾക്ക് വരെ എല്ലാവിധ നന്മകളും തുടർജീവിതത്തിൽ ജഗദീശ്വരൻ നൽകട്ടെ എന്ന എല്ലാവരും നമ്മുടെ സ്നേഹവീട്ടിലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ ഇത് പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണം. കൂടാതെ ഇനിയും സ്നേഹവീട്ടിൽ ഇങ്ങനെ ഫംഗ്ഷനോ അല്ലാതെയോ നമ്മളെ കാണുവാനും കേൾക്കുവാനും സ്നേഹവീട്ടിന്റെ പുറപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും സ്നേഹവീട്ടിൽ എന്നും നമ്മളോടൊപ്പം കഴിയാനും നമ്മളെ ഒരു സഹപ്രവർത്തകർ, നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് സഹോദരങ്ങളൊക്കെ കാണുവാനും ഉള്ള കഴിവും ആയുസ്സും ആരോഗ്യവും പ്രാപ്തിയും സർവശക്തൻ ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് നമ്മൾ ഭക്തിപൂർവ്വം മനസ്സിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കൂടാതെ അവർ തരുന്ന ഈ ഭക്ഷണം അത് നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി ഭക്ഷണം ഒട്ടും തന്നെ വേസ്റ്റാക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടും ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ടും വേണം ഭക്ഷണവും കഴിക്കും. എല്ലാവരും ആത്മാർത്ഥമായി ആ കുഞ്ഞുങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരുക. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്ക്. എനിക്ക് തന്നെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കണമെന്നത് ഒരാഗ്രഹമായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിച്ചപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. വൈറ്റ് ഫോറസ്റ്റും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിരുന്നു. കുറേ പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരുമായിട്ട് 2 കേക്കെങ്കിലും വേണമല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരുമായിട്ടും എല്ലാവർക്കും കൊടുത്തു. നമ്മൾ അത്യാവശ്യം ചേട്ടൻ്റെ ഫാമിലിയിലെ കുറച്ച് പേരും എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചത്. ഒരുപാട് പേരൊന്നും പങ്കെടുത്തില്ല. കാരണം നമ്മളിവിടെ വെച്ച് നടത്തുമ്പോൾ എല്ലാവരുമായിട്ടും പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവിടുത്തെ മുത്തശ്ശന്മാർക്ക് അവരുടെ പേരക്കുട്ടികളുടെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇതേപോലെയുള്ള ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തുവാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇതേപോലുള്ള ചടങ്ങുകളുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നടത്തണം കേട്ടോ. അപ്പോൾ അവർക്കും അത് ഒരുപാട് സന്തോഷമാകും. ഞങ്ങൾ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ആദ്യമേ അവിടുത്തെ മുത്തശ്ശന്മാർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് കഴിക്കാനായിട്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി പങ്കെടുത്ത് നല്ലൊരു അടിപൊളി ഫംഗ്ഷൻ ആക്കാൻ പറ്റും. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവസാനമാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു അടിപൊളി പരിപാടിയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഈ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചൊക്കെ ആഘോഷിക്കണം. കാരണം നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പങ്കെടുപ്പിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികളുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ഥലത്ത് സംഘടിപ്പിക്കണം കേട്ടോ. കാരണം അവരുടെ സന്തോഷം നമുക്കും കൂടി നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറേ നേരം അവിടുത്തെ അപ്പൂപ്പന്മാരോടൊക്കെ സംസാരിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഞാൻ പുറകെ ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.